ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മയാട്ട്. എൻ്റെ പേര് വിസ്മയ. അപ്പോൾ ഇന്ന് വൈകുന്നേരം വിളക്കൊക്കെ വെച്ചതിന് ശേഷം ഞാനിങ്ങനെ കുറച്ച് നേരം അവിടെ ചുറ്റിപ്പറ്റി നടന്നു. അത് കഴിഞ്ഞ് ഇന്നത്തെ നമ്മുടെ മെയിൻ പാർട്ടിലോട്ട് കടന്നു. എൻ്റെ ഈ ഒരു റൂം ഞാനൊന്ന് മേക്ക് ഓവർ ചെയ്യാൻ പോവാണ്. മേക്ക് ഓവർ എന്നൊക്കെ വെച്ച് ചില്ലറ മേക്ക് ഓവർ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ബെഡും ടേബിളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഫുൾ ഒരു മാറ്റം തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വേറൊരു കാര്യം, ഇതിൽ എക്സ്ട്രാ നമ്മൾ എക്സ്പെൻസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതായത് വേറെ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുക, ആ ഒരു രീതിക്ക് എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഈ ഒരു റൂമിലത്തെ ഐറ്റംസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് ഞാൻ തന്നെ ചെറിയ ചെറിയ കയ്യിൽ നിന്ന് കുറച്ച് പരിപാടികളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുക. അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ റൂമിൻ്റെ ബിഫോർ ലുക്കൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. കുറച്ച് ദിവസങ്ങളായിട്ട് ഒന്നും വൃത്തിയാക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അതിൻ്റേതായ അലങ്കോലം നല്ലപോലെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഷെൽഫിൻ്റെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ ആദ്യം ക്ലീൻ ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ബെഡും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ റൂം ഇത് തന്നെയാണ്, റൂമിനൊരു മാറ്റം വരുന്നില്ല. പിന്നെ എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളത് എൻ്റെ റൂം പെയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും ഇപ്പോൾ എടുത്ത് നടക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ പെയിൻറ്റിങ് ചെയ്ത് കൊളാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ റൂം. അത് ആ ഒരു ഏജിൽ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അന്ന് കാണുമ്പോൾ ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര റിഗ്രറ്റ് അടിക്കുന്നു. കാരണം ഭയങ്കരമായിട്ട് ഒരു സൈഡിലെ വോൾസ് നല്ലപോലെ കോളാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മേക്ക് ഓവർ ചെയ്യണം. അതെന്തായാലും ഈ ഇന്നത്തെ നടക്കുന്നില്ല, ഇന്നത്തെ വീഡിയോയിലും. പക്ഷെ നമ്മൾ ഫസ്റ്റ് തന്നെ ഷെൽഫിൻ്റെ ഭാഗം ക്ലീൻ ചെയ്യുക. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാനും കാണാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മറ്റു ആൾക്കാരൊക്കെ ചെയ്യുമ്പോൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് ഞാൻ സ്റ്റഡി ടേബിളിലേക്ക് കടന്നു. അവിടെ എന്ന് വെച്ചാൽ മെയിൻ പണി എന്തായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിച്ച ബുക്കുകൾ, അതായത് എഴുതി തീർന്ന ബുക്കുകൾ ഉണ്ടാവില്ലേ, അതൊക്കെ മാറ്റണം. അങ്ങനെ പരിപാടികൾ. പിന്നെ ഈ ഒരു കോർണർ നമ്മൾ ഫുള്ള് മാറ്റിയെടുക്കും. അതായത് അവിടെ നിന്നുള്ള ടേബിളും കാര്യങ്ങളൊക്കെ ഈ റൂമിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിക്കുകയാണ് ഗൈസ്. അത് ഞാൻ ക്രാഫ്റ്റൊക്കെ ചെയ്തു തരുന്ന ടൈമിൽ എനിക്ക് ആ ഒരു കോർണർ നല്ല അത്യാവശ്യമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ അവിടെ സ്റ്റഡി ടേബിളും കൂടെ വന്നപ്പോൾ കുറച്ചുകൂടെ കൺജസ്റ്റഡ് ആയ പോലെയായി. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ പഴയ പോലെ ക്രാഫ്റ്റോ കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ആ ഒരു കോർണർ ഒരു അൺവാണ്ടഡ് ആയിട്ട് പോലെയാണ് കിടക്കുന്നത്. അൺവാണ്ടഡ് മീൻസ് ഞാൻ എൻ്റെ സാധനങ്ങൾ വെക്കും എന്നല്ലാതെ വേറെ ഗുണമില്ല. അപ്പം അതുകൊണ്ട് വെറുതെ അങ്ങനെ വേണ്ടല്ലോ വിചാരിച്ചിട്ട് വേറെ അങ്ങനെയും കൂടെ ചിന്തിച്ചിട്ടാണ് ഞാൻ ഈ ഷിഫ്റ്റിങ് തീരുമാനിച്ചത് കേട്ടോ. അപ്പം ഞാൻ ഈ ടേബിൾ സൈഡിലേക്ക് ഇട്ടിട്ട് ഞാൻ ഉപയോഗിച്ച ബുക്കുകളൊക്കെ മാറ്റി വെക്കണം. അതിൻ്റെ ഉള്ളിന് എഴുതാൻ പേജസ് ഒന്നുമില്ല. പക്ഷേ ഞാൻ ഉപയോഗിച്ചുകൊണ്ട് ബുക്കുകളിൽ തന്നെ പേജ് ഉള്ളതുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി വെച്ചു. നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കുമ്പോൾ റഫായിട്ട് എടുക്കാമല്ലോ. ഉണ്ണികൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും എടുക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ വേറെ സെപ്പറേറ്റ് വെച്ചു. ഇത് വേറെ ആക്കിട്ടോ. ആ പേജ് തീർന്ന ബുക്കമ്മ മാറ്റി വെക്കാൻ പറഞ്ഞു. എന്തിനാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഏതോ ഒരു ചേച്ചി ഇങ്ങോട്ട് വരാറുണ്ട്, ആ ചേച്ചിക്ക് കൊടുക്കാം അങ്ങനെ എന്തോ ആയിരുന്നു പറഞ്ഞത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് സ്റ്റഡി ടേബിളുമുള്ള എല്ലാ സംഭവങ്ങളും എടുത്ത് ഞാൻ ഈ ടേബിളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ സ്റ്റഡി ടേബിൾ നീക്കിയിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ എന്നുള്ളത് എളുപ്പമില്ല കേട്ടോ. അടുത്തായിട്ട് സ്റ്റഡി ടേബിളിൻ്റെ വലിപ്പമായിരുന്നു. അതിൽ എൻ്റെ 10th ക്ലാസ് ഫോട്ടോ ഉണ്ട്. അതുപോലെ 3 കൊല്ലത്തെ എൻ്റെ ID കാർഡ് ഉണ്ട് കേട്ടോ. 8th, 9th, 10th ID കാർഡ് ഉണ്ട്. അതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല, കളയാൻ എനിക്കിഷ്ടമില്ല. അപ്പം ഞാൻ അതിൽ നിന്നൊക്കെ എടുത്തു. അവിടെ സൈഡിലൊക്കെ പൊടി പിടിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒരു 1.5 മാസമായാലും ഈ ഏരിയയിലൊക്കെ വന്ന് തട്ടിമുട്ടിയിട്ട്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്നത്. ഞാൻ അവിടെ സാധനങ്ങൾ വെക്കും എന്നല്ലാതെ ഇങ്ങനെ പൊടി തട്ടണ കാര്യങ്ങളൊന്നും അങ്ങനെ ചിന്തിക്കാറില്ല. ആ ഭാഗം ഞാനിപ്പോൾ വീഡിയോയിൽ നോക്കുമ്പോഴാണ് ഇത്ര പൊടികളൊക്കെ ഞാൻ ശ്രദ്ധിച്ചത് തന്നെ കേട്ടോ. എൻ്റെ പരിപാടികൾ കഴിയുമ്പോഴേക്കും ഞാൻ അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയാണ് എനിക്കത് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ. ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് എനിക്ക് പണി കിട്ടും. കാരണം എനിക്ക് തണ്ടലിന് ചെറിയ പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഓവറായിട്ട് ഇങ്ങനെ കുനിഞ്ഞാലൊക്കെ എനിക്ക് വേഗം തണ്ടൽ വേദന വന്ന് ഭയങ്കര സീനാവും. അപ്പം അതുകൊണ്ട് ഇതിന് അമ്മയാണ് ഹെൽപ്പ് ചെയ്തത്. ആ ടേബിൾ അങ്ങോട്ട് നീക്കിയപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ നിന്ന് സ്ലേഡ് കിട്ടുന്നുണ്ട്, 3 പെന്ന് കിട്ടി കാണാതെ പോയത്. അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. പിന്നെ അതിൻ്റെ അടിയിലും ഇങ്ങനെ പേപ്പർ അങ്ങനത്തെ കുറച്ച് ചവർ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യം ആ ടേബിൾ അങ്ങോട്ടൊന്ന് നീക്കി വെക്കണം കേട്ടോ. നീക്കി വെച്ചതിന് ശേഷമാണ് ആ ബെഡ് എനിക്ക് ആ വിൻഡോയുടെ അവിടേക്ക് ആക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ബെഡിൻ്റെ പൊസിഷൻ കുറച്ച് പ്രശ്നമാണ്. കാരണം നമ്മൾ കെടുക്കാൻ വേണ്ടി വരുമ്പോൾ തന്നെ ഫാൻ ഇട്ടാൽ അറ്റത്ത് കിടക്കുന്നവർക്ക് മാത്രമേ നല്ല പോലെ ഫാൻ കിട്ടുള്ളൂ. മറ്റേ ഏറ്റവും കോർണറിൽ കിടക്കുന്നവർക്ക് നല്ല കുറവാണ് ഫാൻ കിട്ടുക. അതുകൊണ്ട് നല്ല ചൂടെടുക്കും. അതുകൊണ്ട് ആർക്കും ഇവിടെ കിടക്കുമ്പോൾ ആ സൈഡിൽ കിടക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് ഈ തറ്റത്ത് കിടക്കാൻ ഭയങ്കര തല്ലൂട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ കിടന്ന് നോക്കണത്. ആ സ്പീഡിലിട്ട് കാണാൻ പറ്റും. ഞാൻ കിടന്ന് നോക്കി കാറ്റൊക്കെ കിട്ടുന്നുണ്ടോയെന്ന്. അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇത് ബെഡിന് ഞങ്ങൾ ഓൾറെഡി കവർ ചെയ്ത് വീട് പണിയുടെ
സമയത്ത് തന്നെ അടുപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അതാണ് ബെഡിലൊരു കവർ പോലെ കണ്ടോ കിടക്കുന്നത്. അത് ബെഡൊന്നും നാശാവാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഇട്ടിട്ടുള്ളതാണ്. ഡയറക്റ്റ് ബെഡുമല്ല നമ്മൾ ബെഡ്ഷീറ്റ് വിരിക്കാറുള്ളത് കേട്ടോ, ഈ കവറിൻ്റെ മേലെയാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ പോയപ്പോൾ അടിയിൽ നിന്ന് പൊടി ഉണ്ടായിരുന്നു. പിന്നെ ഈ കുറേ 6 വർഷത്തോളമായി 6 വർഷം ഈ ബെഡ് സെയിം പൊസിഷനിൽ കിടന്നുകൊണ്ട് തന്നെ ഒരു പാട് പോലെ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. കാരണം ആ ഭാഗത്താണല്ലോ എൻ്റെ മറ്റേ ഷെൽഫ് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് വല്ല സാധനങ്ങൾ നിലത്ത് വീണാലോ അതിൻ്റെ ഒക്കെ പാട് കറക്റ്റ് അവിടെ കാണാനുണ്ടായിരുന്നു. അത് തുടച്ചാൽ ഇനി ശരിയാവും. ഇപ്പോൾ മൊത്തത്തിലൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ അപ്പോഴേക്കും ഫോണിൽ ചാർജ് ഒന്ന് കുറഞ്ഞപ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചാർജ് ആയപ്പോൾ ഞാൻ വീണ്ടും വന്നു. ഇനിയിപ്പോൾ ഈ ഭാഗത്ത് നിന്നൊന്ന് ഓർഗനൈസ് ചെയ്തെടുക്കണം. പിന്നെ ഈ ഒരു എന്താ പറയുക ടേബിളും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് മാറ്റാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഉള്ള പരിപാടി. ടേബിൾ എവിടേക്ക് വെക്കും എന്നുള്ള വലിയ കൺഫ്യൂഷനായിരുന്നു. അവസാനം നമ്മളൊരു സ്ഥലം പ്ലാൻ ചെയ്ത് അവിടെ വെക്കാമെന്നൊക്കെ സെറ്റാക്കി കേട്ടോ. ഇനിയിപ്പോൾ അമ്മ എനിക്ക് കവർ തന്നിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ലാത്ത ബുക്കുകളും കാര്യങ്ങളും, അതായത് ഞാൻ യൂസ് ചെയ്ത് തീർത്ത ബുക്കുകളൊക്കെ അതിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ആ ടേബിളും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട്, ആവശ്യമില്ലാത്തതൊക്കെ ഉണ്ട്. അത് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന കപ്പിലാണ് ഞാൻ പെന്നൊക്കെ ഇട്ട് വയ്ക്കാറ്. അതിലൊക്കെ അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ലിക്വിഡ് ഉണ്ട്, അത് വെച്ചിട്ട് തുടച്ച് നല്ല പോലെ പൊടി പോകും. അപ്പോൾ എൻ്റെ ലാമ്പും ഒക്കെ ഇങ്ങനെ പെന്നിൻ്റെ കളറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നല്ല രീതിക്ക് തന്നെ തുടച്ച് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഒരുവിധം പെന്നിൻ്റെ ആ കളറും കാര്യങ്ങളൊക്കെ പോയിട്ടോ. ഒരു സാനിറ്റൈസർ പോലത്തെ സംഭവമാണ്. ആ സാനിറ്റൈസർ ഇതുപോലെ വർക്ക് ആവും കേട്ടോ. പെന്നിൻ്റെ ഇങ്കൊക്കെ ഇങ്ങനത്തെ മെറ്റീരിയലിൽ നിന്ന് കളയാൻ സാനിറ്റൈസർ നന്നായിട്ട് യൂസ്ഫുൾ ആവും. ഇത് സാനിറ്റൈസർ അല്ല, മിററൊക്കെ ക്ലീൻ ചെയ്യുന്നൊരു ലിക്വിഡാണ്. വൈറ്റ് ബോർഡ് ക്ലീൻ ചെയ്യണ ലിക്വിഡ് എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത്. അപ്പോൾ തന്നെ അതിൻ്റെ താഴെ ഇങ്ങനെയുള്ള എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ പെന്നും ഞാൻ തെളിയുന്ന പെന്ന്, തെളിയാത്ത പെന്നൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അങ്ങനെ ചില ഫുൾ ഇങ്ക് ഉണ്ടാവും പെന്നിൽ, പക്ഷെ അത് വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കി മാറ്റി വെച്ചു. എന്തായാലും നമ്മളെ റൂമിലത്തെ സെയിം ബെഡ്ഷീറ്റാണ് ഇട്ടത്. കാരണം ഞാൻ ഈ മേക്ക് ഓവർ ചെയ്യുന്നതിനെക്കാട്ടി കുറച്ച് ദിവസം മുമ്പ് ആ ബെഡ്ഷീറ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അതന്നെ ഇട്ടത്. അപ്പോൾ നമ്മുടെ റൂം മേക്ക് ഓവർ ആക്ച്വലി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം മേക്ക് ഓവർ ചെയ്യണം, എൻ്റെ സ്റ്റഡി ടേബിൾ. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓരോ ഭാഗത്തേക്ക് ഞാനിങ്ങനെ നടക്കറുണ്ട്. അപ്പോൾ ഒന്നുകൂടെ റൂം സ്പേഷ്യസ് ആയ പോലെ തോന്നിട്ടോ, കുറച്ചുകൂടി വലുതായ പോലെ. പിന്നെ ബാക്കിൽ ഞാൻ കുറച്ച് പാവകളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കഴുകാനുള്ള പാവകളാണ് കേട്ടോ. അതിൽ നല്ലപോലെ പൊടി പിടിച്ചിട്ട് ഇതേക്ക് എടുക്കുന്നതാണ്. അപ്പോൾ ഈ 3 കഴുകാനുള്ളതാണ്. അതിൻ്റെ ഒരു ഡെയിലി ഋതു ഇതേ എൻ്റെ സ്റ്റഡി ടേബിളിന് ചെയറായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ എൻ്റെ 2-3 കുർത്തയായിരുന്നു, അതൊന്നും മാറ്റി വെച്ചിട്ടില്ല. ഇവിടെയാണ് സ്റ്റഡി ടേബിൾ നമ്മൾ എല്ലാ സാധനങ്ങളും ഞാൻ വെച്ചിട്ടുള്ളത്. അതിനിപ്പോൾ അത് മേക്ക് ഓവർ ചെയ്യുമ്പോഴേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മേക്ക് ഓവർ ഞാൻ അടുത്ത വീഡിയോയിലാണ് ഇടുന്നത്. എന്നാലും കുറച്ച് ഭാഗങ്ങൾ ഞാൻ അതിൽ കാണിച്ചാണ് കേട്ടോ. ഞാനായിട്ട് 2 സാധനങ്ങൾ എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ പെന്നും സംഭവങ്ങളൊക്കെ വെക്കാനും പിന്നെ വേറൊരു സംഭവം ഇങ്ങനെ തൂക്കിയിടാൻ പറ്റുന്ന ഒരു സാധനം. അതെന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിലറിയാൻ വേണ്ടി പറ്റും. പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ പഴയ പോലെ പെയിൻറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, കളർ പേപ്പർ പോലും ഉണ്ടായിരുന്നില്ല. A4 ഷീറ്റിൽ ചെറിയ ഡിസൈനൊക്കെ വരച്ച് അതാണ് ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഉള്ള പെയിൻ്റ് ആണെങ്കിൽ തന്നെ കട്ടയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ തന്നെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ സിമിലർ ഓർഗനൈസർ ഇതേ സൈഡിൽ ഇരിക്കുന്നുണ്ട്, ഒന്നുകൂടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ആ ഓർഗനൈസർ ഇപ്പോൾ ചെറുതായിട്ട് പൊട്ടി ഇങ്ങനെ ലൂസാണ്, ഗ്ലൂ വെച്ച് ഒട്ടിച്ചാലും അത്ര ഫിറ്റിങ്ങിൽ നിൽക്കുന്നില്ല. അപ്പം ഞാൻ ഒന്നുകൂടെ വെറുതെ ഉണ്ടാക്കിയതാണ്. എന്തായാലും കുറേ നേരം ഇങ്ങനെ ഫോണും റീൽസൊക്കെ തോണ്ടിയിരിക്കുന്ന സമയം ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതായിരുന്നു ഞാൻ ഉണ്ടാക്കിയ ആ ഒരു സംഭവം. അതിൻ്റെ ഇടയിൽ ആ മമ്മാർത്തിൻ്റെ ആ പെട്ടിയൊക്കെ കാണാനുണ്ട്, പക്ഷേ അതൊന്നും കാര്യമില്ല. നമ്മൾ അതിൻ്റെ ഉള്ളിൽ പെന്നും ഇതൊക്കെ എടുത്ത് വെക്കുമ്പോൾ ഒന്നും കാണില്ല. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ റൂം മേക്ക് ഓവർ എന്തായാലും ഫുൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മിറർ വെച്ചേക്കുന്ന ലൊക്കേഷൻ വരെ മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇനി ഒരാൾ അവിടെ ബാക്കി കിടപ്പുണ്ട്, ദേ നിൽക്കുന്നു. ഈ ഒരു സ്റ്റഡി ടേബിൾ നമുക്ക് ഫുൾ സെറ്റ് ചെയ്യണം. അപ്പം അതെന്തായാലും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം കുറേ പേരുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളതാണ് സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ ചെയ്യണം എന്നുള്ളത്. അപ്പം എന്തായാലും ആ ഒരു സംഭവത്തിൽ ഇത് ഉൾപ്പെടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാൻ വിചാരിച്ചു. എക്സ്ട്രാ ആയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ എന്തായാലും സ്റ്റഡി മേക്ക് ഓവറിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യും. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ കാര്യം. ഞാൻ അതുവരെ പ്രോപ്പർ സ്കൂൾ ഷോപ്പിങ്ങിനൊന്നും പോയിട്ടില്ല. അപ്പോൾ പോകുമ്പോൾ ഞാൻ ചെയ്യാം കേട്ടോ. ഒരുപാട് പേരെ ഏത് ചോദിക്കുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ പോയിട്ടില്ല, ഒന്നും വാങ്ങിയിട്ടില്ല. ഓക്കെ, വാങ്ങുമ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഇടാതിരിക്കില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.